ഏപ്രിൽ 5, 6 ആ തീയതികളിലാണ് തിരുവനന്തപുരം നന്തൻകോട്ടെ വീട്ടിൽ വെച്ച് കേതൽ ജോൺസൺ രാജ എന്ന യുവാവ് സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയത്. 5-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് മാതാവ് ഡോക്ടർ ജീൻ പത്നയെയാണ് കേതൽ ആദ്യം കൊലപ്പെടുത്തിയത്. തുടർന്ന് വൈകുന്നേരത്തിന് മുൻപ് അച്ഛൻ രാജാതങ്കത്തെയും സഹോദരി കരോളിനെയും കൊലപ്പെടുത്തി. പിറ്റേ ദിവസം ബന്ധു ലളിത ജെയിനെയും കൊലപ്പെടുത്തി. ഓൺലൈനിൽ നിന്ന് വാങ്ങിയ 2 മഴ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടിയും അടിച്ചുമാണ് കൊലപാതകം. പിന്നീട് പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി സൂക്ഷിച്ചു. 2 ദിവസം കഴിഞ്ഞ് മൃതദേഹങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു. ശേഷം കേതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ തീ പടരുന്നത് കണ്ട് അയൽക്കാരാണ് ഫയർഫോഴ്സിൽ വിവരമറിയിച്ചത്. തീയണയ്ക്കാൻ വീടിനുള്ളിൽ കയറിയ ഫയർഫോഴ്സാണ് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടത്. കേതലിനെ അന്വേഷിച്ച പോലീസിന് ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്വേഷണത്തിൽ ചെന്നൈയിലേക്ക് പോയതായി കണ്ടെത്തി. അവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ പോലീസാണ് കേതലിനെ കണ്ടെത്തി തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയത്. പിടിയിലായ കേതൽ പോലീസിനോട് ആദ്യം പറഞ്ഞത് ദുർമന്ത്രവാദത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥയാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സ്വർഗപ്രവേശന ആഭിചാര വിദ്യ. മാധ്യമങ്ങളിലും സമൂഹത്തിലും സജീവ ചർച്ചയായി ആസ്ട്രൽ പ്രൊജക്ഷൻ. പ്രതിയുടെ മാനസിക നിലയിൽ കണ്ട അസ്വാഭാവികത. പോലീസ് മനോരോഗ വിദഗ്ധനായ മോഹൻ റോയിയുടെ സഹായം തേടി. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ മോഹൻ റോയിയോട് കേതൽ ആ സത്യം പറഞ്ഞു. ആസ്ട്രൽ പ്രൊജക്ഷനും ആഭിചാരവും പോലീസിനെ പറ്റിക്കാൻ പറഞ്ഞ കഥ. അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള പൊടിവിദ്യ. രക്തബന്ധുക്കളുടെ ചോരയൊഴുക്കി നടത്തിയ അരുംകൊലയുടെ യഥാർത്ഥ കാരണം പ്രതി വിവരിച്ചു. കൂട്ടക്കുരുതിക്ക് കാരണം പിതാവിനും മാതാവിനോടുമുള്ള അടങ്ങാത്ത പക. ബാല്യകാലം മുതൽ രക്ഷിതാക്കളിൽ നിന്ന് നേരിട്ട അവഗണന. അത് ഉറഞ്ഞുറഞ്ഞ് പ്രതികാരമായി. ഒടുവിൽ അവരുടെ ജീവനെടുക്കുന്ന രാക്ഷസ ചിന്തയിലേക്ക് നയിച്ച് കൊടും പാതകം ചെയ്തു. ജയിലിൽ മനോവിഭ്രാന്തി കാട്ടിയ കേതലിനെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകി. കേതലിന്റെ മാനസിക നില പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കപ്പെട്ടു. പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ ബോർഡ് വിധിയെഴുതി. കൊലപാതക പരമ്പരയ്ക്ക് മുൻപും ശേഷവും കേതലിന്റെ മനോനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. വിചാരണ നേരിടാൻ തക്ക മനോബലമുള്ളയാളാണ് പ്രതി. വിചാരണയിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന നിലപാടാണ് കേതൽ സ്വീകരിച്ചത്. പോലീസ് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തി. 41 സാക്ഷികളെ വിസ്തരിച്ചു. 104 രേഖകളും 57 വസ്തുക്കളും കോടതിയിൽ ഹാജരാക്കി. ഫോറൻസിക് തെളിവുകളാണ് പ്രോസിക്യൂഷന്റെ തുറുപ്പ് ചീട്ട്. പ്രതിയുടെ വസ്ത്രങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവരുടെ രക്തസാമ്പിളുകൾ കണ്ടെത്തിയതായി ഫോറൻസിക് റിപ്പോർട്ടിലുണ്ട്. പ്രോസിക്യൂഷന്റെ വാദം നിലനിൽക്കുമോ? അതോ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ താൻ ചെന്നൈയിലെ തെരുവുകളിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്ന കേതലിന്റെ വാദത്തിന് കോടതി പ്രാമുഖ്യം നൽകുമോ? കേസ് പരിഗണിക്കുമ്പോൾ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി നിർണായകമാണ്. SP KE ബൈജു ആയിരുന്നു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ദിലീപ് സത്യനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. തിരുവനന്തപുരത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. കേരളത്തെ ആകുലപ്പെടുത്തിയ കേസാണ്. അതുകൊണ്ട് തന്നെ നന്തൻകോട് കൂട്ടക്കൊലപാതക കേസിന്റെ വിധി ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.